മാധുർമേ മധുകൈടപത്നേ महिषप्राणावहारोऽध्यमेलां निर्मितधूम्रलोचनपतेः चण्डमुण्डार्धने निःशेषीकृतरक्तबीजदनुजे नित्ये निचुम्भावहे चुम्भध्वंसिनि संहराशु दुरितं दुर्गे नमस्तेऽम्बिके देवी शरणं मे महालक्ष्मी नमः श्रीदुर्गापरमेश्वरी नमः महासरस्वत्यै नमः. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. അഷ്ടമസ്കന്ധം 20-ാമത്തെ അധ്യായത്തിലെ ആ രസാതലത്തിൻ്റെ വർണ്ണനകൾ, അവിടെയുള്ള സംഘർഷണമൂർത്തിയുടെ വർണ്ണനകളാണ് പറഞ്ഞുകൊണ്ടുപോകുന്നത്. അനന്തമൂർത്തിയായിട്ടുള്ള ആ ഭഗവാന്റെ തലയിൽ ഒരു കടുകുമണിക്ക് സമാനമാണ് ഈ ഭുവനം നിൽക്കുന്നത് എന്ന് അവിടെ പറയുന്നു. ഏതായാലും അങ്ങനെയുള്ള ആ രുദ്രവ്യൂഹം സംഘർഷണൻ എന്ന പേരിൽ ആവിർഭവിച്ചു. ഭ്രൂമധ്യദേശത്ത് നിന്ന് 11 പേരടങ്ങിയ രുദ്രവ്യൂഹം സംഘർഷണൻ എന്ന പേരിൽ ആവിർഭവിച്ചു എന്ന് ഇന്നലെ പറയുകയുണ്ടായി. ആ ത്രിലോചനൻ അഥവാ രുദ്രൻ മഹാഭൂതങ്ങളെ ഭയപ്പെടുത്തുന്നവനായിട്ട് ത്രിശൂലവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ കാൽത്തരത്താരുകളിലെയും അരുണനിറം നല്ല തെളിഞ്ഞ നഖമണ്ഡലത്തിൽ ശോഭിക്കുന്നതായിട്ടുള്ള ആ മഹാമണി ബിംബങ്ങളെയെല്ലാം മഹാനാഗനാഥന്മാർ സദാ വിഷ്ണുഭക്തന്മാരോടൊപ്പം പരമഭക്തിയോടെ പൂജിക്കണു, പ്രാർത്ഥിക്കണു. അതിലെല്ലാം തങ്ങളുടെ മുഖമണ്ഡലങ്ങളെയാണ് കാണുന്നത്. മാണിക്യ കുണ്ടലങ്ങൾ അതിൻ്റെ പ്രഭ എടുത്തഴകാർന്നതായിട്ടുള്ള കപോലങ്ങൾ, നാഗരാജകുമാരികൾ ധാരാളം സ്വച്ഛന്തമായിട്ട് അവിടെ വിഹരിക്കുന്നുണ്ട്. നല്ല നീണ്ടു വെളുത്ത കൊഴുത്ത ഭുജങ്ങളോടും ദണ്ഡങ്ങളോടും കൂടി അവിടെ പ്രശോഭിക്കുന്നു. ചന്ദനം, മകില്, കുങ്കുമം എന്നിവയൊക്കെ അവർ ധാരാളം അണിഞ്ഞിട്ടുണ്ട്. കുറിക്കോട്ടൊക്കെ അണിഞ്ഞ് കാമാവിഷ്ടരായിരിക്കുന്നത് അവരെ ലജ്ജാവതികളായിക്കൊണ്ട് തൂമന്ദഹാസത്തോടെ അവർ പോകുന്നത് അവർ ഭഗവാനെ വീക്ഷിക്കണു. അനുരാഗ ഗർവം കൊണ്ട് കലങ്ങിച്ചമെന്ന കണ്ണുകൊണ്ട് കാരുണ്യപൂർവ്വം കടാക്ഷിച്ച് ആശിസ്സുകൾ ആശംസിക്കണു. ആദിശേഷൻ അവരെ ആ ഭഗവാൻ അനന്തമായ ബലത്തോടു കൂടിയവനാണ്, കാരുണ്യവാനാണ്, അനന്തഗുണാബ്ധിയും ആദിദേവനും മഹാ തേജസ്വിയുമാണ്. കോപം തുടങ്ങിയ ഗുണങ്ങളെ ലോകനന്മയ്ക്ക് വേണ്ടി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മഹാസത്വനിധി ദേവപൂജിതനായിട്ട് അനന്തനിത അവിടെ വസിക്കണു. ദേവന്മാരും സിദ്ധന്മാരും അസുരന്മാരും മുരകന്മാരും അതുപോലെ വിദ്യാധരന്മാർ, ഗന്ധർവന്മാർ, ഋഷികൾ, മുനികൾ എല്ലാം നിത്യേനിത അനന്തനെ അവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മധോന്മത്ത വീക്ഷണത്താൽ സദാ ചെമന്ന കലങ്ങിയ കണ്ണുകളോടുകൂടെ ദേവന്മാരെയും പാർശ്വഗണങ്ങളെയും അദ്ദേഹം സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് അനന്തനായിട്ടുള്ള സംഘർഷണമൂർത്തി അവിടെ കുടികൊള്ളണു. വാടാത്തതും കേടില്ലാത്തതുമായിട്ടുള്ള പുതിയ തുളസീദളങ്ങൾ കൊണ്ടുണ്ടാക്കിയ വൈജയന്തി മാലയാണ് അദ്ദേഹം കഴുത്തിൽ ധരിച്ചിരിക്കുന്നത്. മതിച്ച വണ്ടിൻനിര അതിനു ചുറ്റും സദാ മൂളിപ്പറന്നുകൊണ്ട് വനമാലയ്ക്ക് ചുറ്റും നടക്കുന്നുണ്ട്. നീലപ്പട്ടാണ് അദ്ദേഹം ഉടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാതിൽ ഒരു കുണ്ടലം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ഏകകുണ്ടലധാരിയാണ് എന്നാണ് പറയണത്. അങ്ങനെ തടിച്ച കൈത്തലം, അതിൽ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള കലപ്പയാണ് അദ്ദേഹത്തിൻ്റെ ആയുധം. ആ കലപ്പ അദ്ദേഹം തൻ്റെ തോളിൽ വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ആനയ്ക്കൊക്കെ ചങ്ങലയിടുന്നത് പോലെ
വലിയതായിട്ടുള്ള സ്വർണ്ണക്കയറ്, സ്വർണ്ണച്ചങ്ങല അദ്ദേഹം കഴുത്തിൽ ധരിച്ചിട്ടുണ്ട്. ആ ദേവദേവേശനായിട്ടുള്ള അനന്തമൂർത്തിയെ ഭക്തജനങ്ങൾ ഉദാരലീലൻ എന്നൊക്കെ വാഴ്ത്തി അദ്ദേഹത്തിനെ സ്തുതിക്കുന്നുണ്ട്. അവരെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടിതാ ആ രസാതലത്തിൽ 1000 പണങ്ങളോടുകൂടിയ അനന്തൻ ഭൂമിയെ തൻ്റെ ഒരു പണത്തിൽ ഒരു കടുകുമണിയോളം ഭാരം എന്ന വണ്ണം തൂക്കിക്കൊണ്ടിതാ ആ രസാതലത്തിൽ ഇരിക്കണു എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് അതലം മുതൽ രസാതലം വരെയുള്ള 7 അധോലോകങ്ങളുടെ വർണ്ണനകളെ ഇവിടെ ഈ അധ്യായത്തിലൂടെ ഈ അധ്യായം കൊണ്ട് സമാപിപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്ത 21-ാമത്തെ അധ്യായത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നരക